ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ വീണ്ടും ഞാൻ മാങ്ങയുടെ ഒരു പുഡിങ്ങും കൊണ്ടിട്ടാണ് വന്നിട്ടുള്ളത്. നോ ഫയർ നോ കുക്കിംഗ്, നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ ഇവിടെ കുട്ടീസിനൊക്കെ മാങ്ങ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഈ മാങ്ങ കിട്ടുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഓരോ റെസിപ്പി തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് നോ ഫയർ നോ കുക്കിംഗ് ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊക്കെ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ മാങ്ങ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് തോലൊക്കെ കളഞ്ഞ് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. മാങ്ങയിൽ മധുരം കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ആയിക്കോട്ടെ. നമുക്ക് ടേസ്റ്റിന് ഒട്ടും കുറവ് വരുത്തണ്ട. എന്നിട്ട് ഇതിലേക്ക് നല്ല കട്ടിയുള്ള നല്ല തണുത്ത പാലും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ബ്രെഡ് ഇതേപോലെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ ഇതേപോലെ ഒന്ന് അടുക്കി വെച്ച് കൊടുക്കാം. എവിടെയൊക്കെ സ്പേസ് ഉണ്ടോ അവിടെ എല്ലാം ബ്രെഡ് കൊണ്ട് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ മേലായിട്ട് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മാങ്ങയുടെ പൾപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മേളിലായിട്ട് ഒരു ലെയർ ബ്രെഡും കൂടി ഒന്ന് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേളിലായിട്ട് അടുത്ത് നമ്മുടെ മാങ്ങയുടെ പൾപ്പും കൂടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് പീസും കൂടി നമുക്കിതിൻ്റെ മേളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ബ്രെഡ് രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കുന്ന സമയത്തും വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ മാംഗോയുടെ പീസസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് 2 മണിക്കൂർ നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. നല്ല ടേസ്റ്റുള്ള അടിപൊളി പുഡിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തണുത്ത് കഴിയുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ആ പാൽപ്പൊടിയൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ ആ ബ്രെഡെല്ലാം വന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നമുക്ക് വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറന്നേക്കല്ലേ.